സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും. സ്നേഹത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അൾത്താരയിൽ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന നല്ല തമ്പുരാനെ ആരാധിക്കാം. ഈ ഒരു തിരുമണിക്കൂർ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത സമയമാണ്. മനുഷ്യവംശത്തോട് ദൈവം കാണിച്ച കരുണയാണ് ഈ തിരുമണിക്കൂറിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അനുസ്മരിക്കുക. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന സമയം, കർത്താവ് നമ്മളിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം ചൊരിയുന്ന സമയം, ആ ഒരു വലിയ ബോധ്യത്തോടെ പൂർണ്ണമായ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കും. കാരുണ്യത്തോടെ ഈശോ നമ്മളോട് പറയുന്ന കാര്യം, നിന്റെ പാപം എത്രമാത്രം വലുതാണെങ്കിലും ഞാൻ നിന്നെ വെണ്മയുള്ളതാക്കി മാറ്റും, ഞാൻ നിന്നെ ശുദ്ധീകരിക്കും. അതാണ് ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒത്തിരിയേറെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഓരോ വൈദികരും അതുപോലെ തന്നെ അൽമാരും ഒക്കെ ഒത്തിരിയേറെ പ്രഘോഷിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും അത് നമ്മളിൽ തന്നെ ഒതുക്കി വെക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കത്തില്ല, മറിച്ച് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും പ്രഘോഷിക്കുവാനും നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒതുക്കി വെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. വളരെ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണയെങ്കിലും അനുഭവിച്ച ആ ഒരു കരുണ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് സാധിക്കത്തില്ല, മറിച്ച് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. നമ്മളിന്ന് ഈ സമയത്ത്, ആരാധനയുടെ സമയത്ത് പ്രത്യേകം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. സക്കേവൂസിന്റെ ഭവനത്തിൽ ഈശോ വരും. സക്കേവൂസ് സമൂഹത്തില് എല്ലാവരാലും പരിത്യക്തനായൊരു വ്യക്തിയാണ്. കാരണം അവനൊരു ചുങ്കക്കാരനായിരുന്നു. ഓരോ ചുങ്കക്കാരും യഹൂദരുടെ ഇടയിൽ വെറുക്കപ്പെട്ടവനായിട്ട് കണക്കാക്കാൻ കാരണം അവർ റോമാ സാമ്രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നത് പോലെയാണ് അവരെ ഓരോരുത്തരെയും കണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ചുങ്കക്കാരോടും പാപികളോടും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഈശോയെക്കുറിച്ച് സക്കേവൂസ് കേൾക്കുക. ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, എനിക്ക് ഈശോയെ കാണണം, എനിക്ക് ഈശോയെ കാണണം.
എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയേലും ഈ ഒരു സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈശോയെ കാണണം എന്നുള്ളൊരാഗ്രഹം. ആ ഒരു ആഗ്രഹമാണ് അവനെ ഈശോയിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ആഗ്രഹം അവനെ സിക്കമൂർ മരത്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കുന്നു. അവിടെ നിന്ന് ഈശോ അവനെ താഴെ ഇറക്കി അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരും. അവനൊരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു ഈശോ അവൻ്റെ കൂടെ അവൻ്റെ ഭവനത്തിൽ വന്ന് അവനോട് കൂടെയായിരിക്കുമെന്നുള്ള കാര്യം. പക്ഷേ അതെല്ലാം അവന് ഒരു വലിയ അത്ഭുതമായിട്ട് മാറി. കാരണം അവൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഈശോ അവൻ്റെ ജീവിതത്തിലേക്ക് ചെയ്തു കൊടുക്കുകയാണ്. തുടർന്ന് അവൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ഈശോയുടെ കൂടെയുള്ള അവൻ്റെ ഓരോ നിമിഷവും അവൻ്റെ മാനസാന്തരത്തിൻ്റെ സമയമാണ്. അവൻ്റെ മാനസാന്തരത്തിൻ്റെ സമയമാണ് ഓരോ നിമിഷവും. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും, ഒത്തിരിയേറെ വാക്കുകൾ ഈശോ അവിടെ പറഞ്ഞില്ലെങ്കിലും, ഈശോയുടെ കൂടെയുള്ള ആ ഒരു സമയം അവൻ്റെ മാനസാന്തരത്തിൻ്റെ സമയമാണ്. അതിനുശേഷം അവൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരികയാണ്. അവൻ പറയുകയാണ്, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഞാൻ തിരികെ കൊടുക്കുന്നു. കാരണം ഞാൻ ഒരു വലിയ സമ്പത്ത് ഞാൻ നേടിയെടുത്തിരിക്കുന്നു. ഞാനൊരു വലിയ സമ്പത്ത് എത്ര നാളും എനിക്കില്ലാതെ പോയതും ഇപ്പോൾ എനിക്ക് ലഭിച്ചതുമായൊരു വലിയ സമ്പത്ത്, ക്രിസ്തു എന്ന സമ്പത്ത്, അത് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം ഈ ഒരു വചനഭാഗം നമ്മൾ പ്രത്യേകം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുക എന്നുള്ളതാണ്. ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെ നമുക്ക് ശക്തിയായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അവിടെ വിശുദ്ധിയോടെ തീക്ഷ്ണതയോടെ മുൻപോട്ട് പോകാൻ നമുക്ക് മാതൃകയായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അവിടെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഈശോയെ കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ മനസ്സുണ്ടാകാം. വചനത്തിൽ കാണുക എന്ന് പറയുന്നത് അതൊരു വലിയ അനുഭവത്തിൻ്റെ അവസ്ഥയാണ്. ചുമ്മാ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് മാത്രം കാണുന്നൊരു കാര്യമല്ല, മറിച്ച് അത് ഹൃദയം കൊണ്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിനെ കാണുക അല്ലെങ്കിൽ ഈശോയെ കാണുക, അനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിച്ചെടുക്കുന്ന ഒരു വലിയ ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്രകാരം ആ ഒരു വലിയ ഹൃദയത്തിൻ്റെ ആനന്ദം നമുക്ക് തരുന്ന ആ ഒരു ക്രിസ്തുവിനെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഓരോ പാപിക്കും അവകാശപ്പെട്ടതാണ്. ഓരോ പാപിയോടും ദൈവം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. പലപ്പോഴും ദൈവത്തെ നമ്മുടെയൊക്കെ മാനുഷികമായ ചിന്തകൾ കൊണ്ടൊക്കെ പരിധിയിലാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും അപ്പുറത്താണ് ദൈവത്തിൻ്റെ കരുണ. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ അതുതന്നെയാണ്. അവനൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ദൈവം അവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ശക്തമായി ഇടപെടുമെന്ന്. അവന് ഈശോയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. പക്ഷെ അതിനുവേണ്ടി അവൻ്റെ ഭാഗത്ത് ഒരു പരിശ്രമം നടത്തുമ്പോൾ, ആഗ്രഹത്തോടു കൂടെ അവൻ പരിശ്രമവും നടത്താൻ തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതം കീഴ്മേൽ മറിയുക. പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യം അനുഭവിക്കുവാനും ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ആ ഒരു സ്നേഹം മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി നൽകുവാനായിട്ട് പരിശ്രമിക്കുന്ന സമയമാണ്. പ്രത്യേകമായി നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വലിയ കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരിയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ആഗ്രഹിക്കുന്ന പല നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും തിന്മയിലേക്കൊക്കെ ഞങ്ങൾ വീണു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. പൗലോസ്ലീഹായുടെ ജീവിതത്തിലും പൗലോസ്ലീഹ പറയുന്ന കാര്യമാണ്, ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ അധികമായി ആഗ്രഹിക്കാത്ത തിന്മയാണ് എൻ്റെ ജീവിതം ഞാൻ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അപ്രകാരമുള്ള ജീവിത ശൈലിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയെ കാണുവാനും ഈശോയെ അനുഭവിക്കുവാനും ഈശോയെ ഹൃദയത്തിൻ്റെ വലിയ സന്തോഷമായി സ്വീകരിക്കാനുമായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. എന്നോടൊപ്പം തന്നെ ഒരു പരിശ്രമം കൂടെ നടത്തും. നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് കൂദാശകളുടെ സ്വീകരണം. കൂദാശയിലായിരിക്കുക, വ്യക്തിപരമായ പ്രാർത്ഥന, അതുപോലെ തന്നെ വചനം വായിക്കും.
ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ഒരുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ മഹനീയ സാന്നിധ്യം നമുക്ക് അനുഭവേദ്യമാകും. ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നു. ദിവ്യകാരുണ്യമായി സ്വർഗീയ ഭോജ്യമായി കർത്താവ് നമ്മുടെ കൂടെയായിരിക്കുന്നു. നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഏറ്റെടുക്കണമേ. സക്കേവൂസിൻ്റെ ജീവിതത്തെ മാറ്റാനായിട്ട് നിനക്ക് സാധിച്ചു. അത്രമാത്രം കഠിനഹൃദയനായി ചുങ്കം പിരിച്ച് എല്ലാവരാലും പരിത്യക്തനായിരുന്നെങ്കിലും അത്രമാത്രം അവൻ്റെ ജീവിതത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്ന അവൻ്റെ ജീവിതത്തെ പോലും മാംസളമായ ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ കർത്താവേ നിനക്ക് സാധിച്ചു. ഞങ്ങളുടെ ജീവിതങ്ങളെയും എപ്രകാരം മാറ്റണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കണം. നല്ല തമ്പുരാൻ്റെ മുമ്പിൽ പൂർണ്ണമായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ, നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കും. നമ്മളെ ദൈവമക്കളാക്കുവാനായി ദൈവം ഇത്രമാത്രം സ്വയം ചെറുതായി ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുവാൻ കുർബാനയായി തിരുവോസ്തു രൂപനായി ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കും. ഈ ഒരു നിമിഷം നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളെയും, നമ്മുടെ ബലഹീനതകളെയും പോരായ്മകളെയും ഭാരപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളെയും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷ ചെയ്യുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം നിയോഗങ്ങളെ സമർപ്പിക്കണം. കർത്താവെ, അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, കരുണയുടെ കൂടാരങ്ങളായി നിങ്ങളുടെ കുടുംബങ്ങൾ മാറുവാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും ഞങ്ങളെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ ആകുലതകളും എല്ലാം നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിലുള്ള വിശ്വാസത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയ എല്ലാ മക്കളെയും, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഒക്കെ വലിയ ബന്ധനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവ് നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കണം. കർത്താവ്, നിൻ്റെ കരുണക്കടലിൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനായി കഷ്ടപ്പെടുന്ന ആളുകളെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നല്ലതെന്താണ്, തിന്മ എന്താണ് എന്ന് തിരിച്ചറിവോടുകൂടെ നല്ല കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായി നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ജീവിതത്തെ ക്രമീകരിക്കാനായിട്ടുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും പരീക്ഷകളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കരുണ അവരുടെ ജീവിതത്തിലേക്ക് ചൊരിയണമേ. കർത്താവേ, അവരുടെ ജീവിതത്തിലെ എല്ലാ അലസതയും മടിയും എല്ലാം എടുത്തു മാറ്റി പഠിച്ച കാര്യങ്ങൾ നന്നായി പഠിക്കുവാനും ഉന്നത വിജയം നേടുവാനും അതിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായ ശ്രമണം, കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ ശ്രമണം. കർത്താവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,